തിരുസഭയുടെ ഹൃദയത്തിൽ സ്നേഹമായ എല്ലാ മിഷണറി പ്രവർത്തനങ്ങൾക്കും ഊർജവും ശക്തിയും നൽകുകയാണ് തൻ്റെ ദൈവവിളിയെന്ന് കൊച്ചുത്രേസ്യയ്ക്ക് ബോധ്യമായി. ക്രിസ്തുവിൻ്റെ പുരോഹിതനായ ദൈവവചനം പ്രസംഗിക്കുവാനും യേശുവിനെ ആത്മാക്കൾക്ക് കൊടുക്കുവാനുള്ള ദൈവവിളിയുണ്ടെന്നും അവൾ വിശ്വസിച്ചു. തെരേസ എഴുതുന്നു, വൈദികനാകാനുള്ള ദൈവവിളി എൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നു. എൻ്റെ സ്വരത്തിന് വിധേയമായി, ഹാ യേശുവേ, അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എത്രയോ സ്നേഹത്തോടെയായിരിക്കും ഞാൻ അങ്ങയെ എൻ്റെ കരങ്ങളിൽ വഹിക്കുക. എത്രയോ സ്നേഹത്തോടുകൂടിയായിരിക്കും ഞാൻ അങ്ങയെ ആത്മാക്കൾക്ക് കൊടുക്കുക. എന്നാലും വൈദികനാകാനുള്ള തീവ്രമായ ആഗ്രഹത്തോടൊപ്പം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ എളിമ എന്നിൽ വിസ്മയവും അസൂയയും ജനിപ്പിക്കുന്നു. അത്യുന്നതമായ പുരോഹിത പദവി പരിത്യജിച്ചതിൽ അദ്ദേഹത്തെ അനുകരിക്കുവാനുള്ള ദൈവവിളിയും എനിക്ക് അനുഭവപ്പെടുന്നു. ശിശുസഹജമായ ഹൃദയത്തോടെ കാരുണ്യവാനായ ദൈവത്തെ സമീപിക്കുകയും അവിടുന്ന് പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുകയാണ് വിശുദ്ധിയുടെ മാനദണ്ഡം എന്ന് അവൾക്ക് ബോധ്യമായി. ഈ ഉൾക്കാഴ്ച വെളിപാടിലൂടെ ദൈവം അവൾക്ക് കാണിച്ചു കൊടുക്കുകയും അവൾ ആധ്യാത്മിക ശിശുത്വത്തിൻ്റെ ആ പാതയെ പിന്തുടരുകയും ചെയ്തു. അങ്ങനെ കൊച്ചുത്രേസ്യ ആധുനിക ലോകത്തിന് പ്രകാശവും സുവിശേഷ സന്ദേശങ്ങളെ ഉച്ചത്തിൽ പ്രഘോഷിക്കുന്ന മിഷണറിയുമായി തീരുകയും ചെയ്തു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.